കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിച്ചു. നാട്ടിലെത്തിച്ച മൂവരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. നാളെയാണ് സംസ്കാരം നടക്കുക. സനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സനോജ്, കോട്ടയം സ്വദേശികളുടെ സംസ്കാരം നാളെ നടക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? പ്രിയ, ഇന്നലെയാണ് 3 പേരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും പ്രത്യേക ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടുകൂടി എത്തിച്ച മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെ മൃതദേഹം കോട്ടയം പുതുപ്പള്ളി മാങ്ങാനത്തുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചത്. മൃതദേഹം അവിടേക്ക് എത്തുമ്പോൾ അവിടെ ജില്ലാ ഭരണാധികാരി ഉൾപ്പെടെയുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി, പുഷ്പചക്രം അർപ്പിക്കാൻ വേണ്ടി കാത്തുനിന്നിരുന്നു. പിന്നീട് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. പല ആളുകളും ഷിബുവിനെ അവസാനമായി ഒരു നോക്ക് കണ്ട ശേഷം കണ്ണീരോടുകൂടിയാണ് മടങ്ങിയത്. ഈ സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങുകൾ മറ്റന്നാളാണ്, തിങ്കളാഴ്ചയാണ് നടക്കുക. തിങ്കളാഴ്ച രാവിലെ മോർച്ചറിയിൽ നിന്നും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. പിന്നീട് പാമ്പാടി MGM ഹാളിലും വീട്ടിലും പൊതുദർശനം ഉണ്ടാവും. സ്റ്റെഫിന്റെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു സ്വന്തമായി ഒരു ഭവനം എന്നുള്ളത്. അങ്ങനെയുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6 വർഷക്കാലം കുവൈറ്റിൽ ജോലി നോക്കുന്നതിനിടയിൽ സ്വന്തമായി വാങ്ങിക്കൂട്ടിയ ഭൂമിയിൽ അദ്ദേഹം ഒരു വീട് നിർമ്മിക്കുകയായിരുന്നു. ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് അതിദാരുണമായ ദുരന്തത്തിൽ സ്റ്റെഫിൻ വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ സ്റ്റെഫിൻ ഏറെക്കാലം മനസ്സിൽ കൊണ്ട് നടന്ന, യാഥാർത്ഥ്യമായി കൊണ്ടിരുന്ന ആ വീടിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീടിന്റെ ഉമ്മറത്ത് സ്റ്റെഫിന്റെ മൃതദേഹം അല്പസമയം പൊതുദർശനത്തിൽ വയ്ക്കുമെന്നാണ് ബന്ധുമിത്രാദികൾ അറിയിച്ചിട്ടുള്ളത്. മറ്റു 2 പേർ കോട്ടയം ഇത്തിത്താന സ്വദേശി ശ്രീഹരിയും ഒപ്പം തന്നെ മറ്റൊരാൾ പായിപ്പാട് സ്വദേശി ഷിബു വർഗീസുമാണ്. ഇവരുടെ 2 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക. ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് ബന്ധുമിത്രാദികൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷിബു വർഗീസിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം 4 മണിയോടുകൂടി പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര പള്ളിയിൽ നടക്കും. എന്തായാലും 3 പേരും വളരെ ചെറുപ്പക്കാരായ 3 പേർ, യൗവനത്തിന്റെ തീഷ്ണതയിലൂടെ കടന്നു പോകുന്ന 3 പേർ. ശ്രീഹരിയാണെങ്കിൽ തന്റെ ആദ്യ ശമ്പളം വാങ്ങുന്നതിന് മുമ്പെയാണ് അദ്ദേഹത്തെ മരണം കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം മരണപ്പെടുന്നതിന്റെ 8 ദിവസം മുൻപ് മാത്രമാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് തന്റെ സ്വപ്നങ്ങളുമായി പറന്നിറങ്ങിയത്. എന്നാൽ തന്റെ പിതാവ് വാങ്ങിക്കൊടുത്ത ജോലിയായിരുന്നു ശ്രീഹരിക്കത്. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ജോലി നോക്കി ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ശ്രീഹരിയുടെയും അതിദാരുണമായ മരണം സംഭവിച്ചത്. എന്തായാലും ഇന്നലെ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഈ 3 ഭവനങ്ങളിലും കണ്ടു നിന്ന ആളുകളുടെ കണ്ണുകളെ ഈർന്നണിയിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ സങ്കടകരമായ കാഴ്ചകളായിരുന്നു ഈ 3 ഇടങ്ങളിലും കാണാൻ കഴിഞ്ഞത്. ഈ 3 പേരുടെ സംസ്കാരങ്ങളിൽ 2 പേരുടെ നാളെയും ഒരാളുടെ മറ്റന്നാളുമാണ് നടക്കുക. ശരി സനോജ്, കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. 2 പേരുടെ സംസ്കാരം നാളെയും മറ്റൊരാളുടെ മറ്റന്നാളുമാണ് നടക്കുക. വിവരങ്ങളാണ് സനോജ് നൽകിയത്.